ലോക്സഭാ സമ്മേളനത്തിനിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കും ദുരൂഹതകൾക്കും വഴിമാറുകയാണ്. വനിതാ സംവരണ ബില്ലിനെയും മണ്ഡല പുനർനിർണയത്തെയും കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകൾക്കിടെയാണ് അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധി 16-ാം നമ്പർ പരാമർശിച്ചത്. ഈ അക്കത്തിന് പിന്നിലെ രഹസ്യം എന്തെന്നറിയാൻ രാഷ്ട്രീയ നിരീക്ഷകരും സമൂഹ മാധ്യമങ്ങളും ഒരുപോലെ നെട്ടോട്ടമോടുകയാണ്. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ 16-ാം നമ്പറിൽ ഉണ്ടെന്നും ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടെന്നും രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു. ലോക്സഭയിൽ ഭരണപക്ഷത്തെ നേരിടുമ്പോൾ പതിവ് രീതിയിൽ നിന്ന് മാറി ഒരു കടങ്കഥയുടെ രൂപത്തിലാണ് രാഹുൽ ഗാന്ധി ഇത്തവണ സംസാരിച്ചത്. പ്രധാനമന്ത്രിയുടെ ശരീരഭാഷയെ നിരീക്ഷിച്ചുകൊണ്ട് തുടങ്ങിയ പ്രസംഗം പെട്ടെന്ന് തന്നെ ഒരു നിഗൂഢമായ അക്കത്തിലേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു. ഇന്നലെ പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് പതിവ് ഊർജമില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ തീയതി ശ്രദ്ധിച്ചത്. ഏപ്രിൽ 16. ദൈവമേ, ഇതാണ് ആ നമ്പർ 16. കടങ്കഥയുടെ മുഴുവൻ ഉത്തരവും ആ നമ്പറിലുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ പുറത്തു വന്നതോടെ അഭ്യൂഹങ്ങളുടെ പെരുമഴയാണ് ഉണ്ടായത്. ഈ നമ്പർ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതിനെ കുറിച്ച് വിവിധ കോണുകളിൽ നിന്ന് വ്യാഖ്യാനങ്ങൾ ഉയരുന്നുണ്ട്. രാഷ്ട്രീയമായ കണക്കുകൂട്ടലുകൾ മുതൽ അന്താരാഷ്ട്ര തലത്തിലുള്ള വിവാദങ്ങൾ വരെ ഇതിൽ ചർച്ചയാകുന്നു. പ്രസംഗത്തിന് പിന്നാലെ പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകർ വളഞ്ഞു വലിച്ചെങ്കിലും ആ നമ്പറിന്റെ രഹസ്യം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ 16-ാം നമ്പറിന് പിന്നിലുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാകും എന്നൊരു ചെറിയ സൂചന നൽകി അദ്ദേഹം നടന്നു നീങ്ങുകയായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന ഒരു സിദ്ധാന്തം NDA സഖ്യകക്ഷിയായ തെലുങ്കുദേശം പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ ലോക്സഭയിൽ DDPക്ക് 16 MPമാരാണ് ഉള്ളത്. മണ്ഡല പുനർനിർണയം നടപ്പിലാക്കുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ കുറയുമെന്ന ആശങ്ക ശക്തമാണ്. ദക്ഷിണേന്ത്യയിലെ ശക്തമായ പ്രാദേശിക പാർട്ടിയായ DDPക്ക് മണ്ഡല പുനർനിർണയത്തിൽ കടുത്ത വിയോജിപ്പുണ്ട്. സർക്കാരിന്റെ നിലനിൽപ്പിന് ഈ 16 MPമാരുടെ പിന്തുണ അനിവാര്യമാണ്. ഈ 16 പേർ ഇടഞ്ഞാൽ മോദി സർക്കാർ പ്രതിസന്ധിയിലാകുമെന്ന സൂചനയാണോ രാഹുൽ നൽകിയതെന്നാണ് ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. എന്നാൽ ചർച്ചകൾ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് വളരാൻ കാരണമായത് കോൺഗ്രസിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ വന്ന ഒരു പോസ്റ്റാണ്. അന്താരാഷ്ട്ര തലത്തിൽ കോളിളക്കം സൃഷ്ടിച്ച എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട സൂചനകളാണ് കോൺഗ്രസ് നൽകുന്നത്. പല പ്രമുഖരുടെയും രഹസ്യങ്ങൾ അടങ്ങിയ എപ്സ്റ്റീൻ ഫയലുകളിൽ ഈ നമ്പറിന് വല്ല പ്രാധാന്യവും ഉണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇത് പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി ബാധിക്കുന്ന എന്തെങ്കിലും കാര്യമാണോ എന്ന നിഗൂഢതയും നിലനിൽക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഊർജ്ജക്കുറവിനെ കുറിച്ച് രാഹുൽ നടത്തിയ പരാമർശം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഏപ്രിൽ 16-ന് എന്തോ ഒരു പ്രധാന മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നും അത് പ്രധാനമന്ത്രിയെ അസ്വസ്ഥനാക്കുന്നുണ്ടെന്നും രാഹുൽ ഗാന്ധി സമർത്ഥിക്കാൻ ശ്രമിച്ചു. ഭരണപക്ഷ നിരയിൽ നിന്ന് ഈ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നുവെങ്കിലും രാഹുൽ തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു. ആർക്കെങ്കിലും ഞാൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലായെങ്കിൽ ദയവായി എനിക്ക് മെസ്സേജ് അയക്കൂ എന്ന അദ്ദേഹത്തിന്റെ പരിഹാസം ഭരണപക്ഷത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചു. വനിതാ സംവരണ ബില്ലിനൊപ്പം മണ്ഡല പുനർനിർണയം നടപ്പിലാക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ജനസംഖ്യ നിയന്ത്രിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ശിക്ഷയായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സമ്മാനമായും മാറുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണമെന്ന് രാഹുൽ ഗാന്ധി മുൻപും പറഞ്ഞിട്ടുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ 16 എന്ന അക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളെയും സീറ്റ് വിഭജനത്തെയും പ്രതിനിധീകരിക്കുന്നുണ്ടാകാം. DDP പോലുള്ള കക്ഷികൾക്ക് കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള കരുത്ത് ഈ 16 എന്ന അക്കത്തിലാണെന്ന് അദ്ദേഹം കരുതുന്നുണ്ടാകാം. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ശൈലിയിൽ സമീപകാലത്തുണ്ടായ വലിയൊരു മാറ്റമാണിത്. നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ചിന്തകളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള മിസ്റ്ററി എലമെന്റുകൾ അദ്ദേഹം തന്നെ പ്രസംഗങ്ങളിൽ ഉൾപ്പെടുത്തുന്നു. എല്ലാം 16-ൽ അടങ്ങിയിരിക്കുന്നു എന്ന വാചകം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി മാറുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ നിരയിൽ നിന്നോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയിൽ നിന്നോ നേരിട്ടോ ഈ നമ്പറിന്റെ പൂർണ്ണ രൂപം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 16-ാം നമ്പർ വെറും രാഷ്ട്രീയ നമ്പറോ അതോ വരാനിരിക്കുന്ന വലിയൊരു വെളിപ്പെടുത്തലിന്റെ തുടക്കമോ? രാഷ്ട്രീയ ഇന്ത്യ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ അടുത്ത നീക്കത്തിലേക്കാണ്.